വെൽക്കം ടു ഡേ 32 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർട്ട് ചലഞ്ച്. ഇന്ന് ഞങ്ങളുടെ 11th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഉണ്ണിക്കുട്ടിക്ക് കോൾഡും ചുമയൊക്കെ ആയതുകൊണ്ട് അവനെ സ്കൂളിൽ വിട്ടിട്ടില്ല. അവിടെ രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ട്. സോ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ബിക്കോസ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒക്കെ തലേദിവസം വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. സോ ഞാൻ 10:30 വർക്കൗട്ടിനാണ് കയറുന്നത്. സോ 8:30 ഒക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മുടെ മുട്ടയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ വർക്കൗട്ടിന് വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേറെ പ്രീ വർക്കൗട്ടൊന്നും ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോകുന്നത്. ഇന്ന് നമ്മുടെ വർക്കൗട്ട് വന്നിട്ട് ചെസ്റ്റ് ആൻഡ് ലാറ്റ്സ് ആണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നീ പുഷപ്പിന്റെ 4 സെറ്റ് വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ റോ കോംബോ റിവേഴ്സ് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഡ് ലിഫ്റ്റ് ആഫ്റ്റർ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ബാർ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ ചെസ്റ്റ് പ്രസ് ചെയ്തു, പിന്നെ ഡംബിൾ ഫ്ലൈ ചെയ്തു, പിന്നെ ബാബൽ റോ ആൻഡ് റോ കോംബോ ഫ്രണ്ട് റേസിന്റെ 3 സെറ്റ് ചെയ്തു. ഇതെല്ലാം 3 സെറ്റ് ചെയ്താണ് മെജോറിറ്റിയും ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് മുതൽ നമുക്ക് ഒരു വർക്കൗട്ട് ചാലഞ്ച് ഉണ്ട്. അത് ലെഗ് റേസിന് 25 റെപ്സും വാൾ സിറ്റ് 1 മിനിറ്റും ആൻഡ് സ്കിപ്പിംഗ് 100 റെപ്സും ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 10:30 to 11:30 ടൈമിൽ കയറിയപ്പോഴത്തേക്കും ജിം വാസ് വേക്കൻറ്റ്. എനിക്ക് അതുകൊണ്ട് മറ്റേ റൂമിലേക്ക് എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കിക്കൊണ്ട് പോകേണ്ട ആവശ്യം വന്നില്ല. ഈസി ആയിട്ട് എനിക്ക് സുഖമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതെനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏട്ടൻ എനിക്ക് ഫ്ലവേഴ്സും കാർഡ്സും കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഞാൻ കുളിച്ചത്. അതിനുശേഷം ലഞ്ച് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ചോറ്, മീൻകറി, പയറുമെഴുക്ക് പുരട്ടിയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഐ തിങ്ക് ആഫ്റ്റർ 31 days 32nd ഡേയിൽ ഇന്ന് ഞാൻ കേക്ക് കഴിക്കും. ബിക്കോസ് ഇറ്റ്സ് മൈ ആനിവേഴ്സറി. സോ ഇന്ന് ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് കഴിക്കണം. ബട്ട് സ്റ്റിൽ ഒരു കുഞ്ഞ് പോർഷനാണ് കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ വൈകുന്നേരം എണീറ്റിട്ട് നമ്മുടെ ഫാറ്റ് ബേണർ കോഫിയും കുടിച്ച് പഴവും നമ്മുടെ ഹൈ പ്രോട്ടീൻ ചോക്ലേറ്റ് മൂസും കഴിച്ചിട്ട് നേരെ പോയി 1 hour വാക്കിന്. അത് കഴിഞ്ഞ് വന്ന് വേഗം റെഡിയായിട്ട് ഞാനും കിരണും കൂടി മാത്രം ഞങ്ങളുടെ ആനിവേഴ്സറി ഡിന്നറിന് പോയിട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും പുറത്തുനിന്ന് ഞാൻ കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എത്ര നമ്മൾ ക്ലീൻ ആയിട്ട് കഴിക്കുക എന്നുള്ളതിലാണ് കാര്യം. സോ ഇന്നും നമ്മൾ അതുപോലെ തന്നെ വളരെ മൈൻഡ്ഫുള്ളി തന്നെയാണ് പുറത്തത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ ആനിവേഴ്സറി ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയപ്പോൾ എനിക്ക് റിയലൈസ് ചെയ്തു രാത്രിയാണ് ഇത് എഴുതാൻ വേണ്ടി കുറച്ചും കൂടി നല്ലത്. ദിവസം മുഴുവൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ബെസ്റ്റ് ടൈം നൈറ്റ് ആണെന്നാണ് ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നത്. സോ ഞാൻ ടൈം ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് മൈ ഡേ 32 ആൻഡ് ദിസ് ഇസ് മൈ പ്രോഗ്രസ് വീഡിയോ.